ഹായ് ഫ്രണ്ട്സ്, ചങ്ങായി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വെള്ളയപ്പം ഉണ്ടാക്കിയിട്ട് ആരും ഇനി ശരിയാകുന്നില്ല എന്ന് മാത്രം പറയരുത് കേട്ടോ. ഈ ഒരു വെള്ളയപ്പം ഞാൻ അരി കുതിർക്കാതെ അരിപ്പൊടി വെച്ചാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സ്പെഷ്യൽ പാലപ്പം റെസിപ്പിയുമായിട്ടാണ്. ഒത്തിരിയും പാലപ്പത്തിൻ്റെ റെസിപ്പീസ് ഞാൻ എൻ്റെ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഒരു വെറൈറ്റി പാലപ്പമാണ് കേട്ടോ. അതിനാവശ്യമായിട്ട് 3 കപ്പ് അളവിൽ പത്തിരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വറുത്ത പത്തിരിപ്പൊടിയാണ്. അപ്പോൾ പുട്ടുപൊടി ഇതിനായിട്ട് എടുക്കാൻ പാടില്ല. അപ്പോൾ 3 കപ്പ് വറുത്ത പത്തിരിപ്പൊടിയിലേക്ക് 1 കപ്പ് അളവിൽ തേങ്ങയും 1 കപ്പ് അളവിൽ ചോറുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചോറിന് പകരം നിങ്ങൾക്ക് അവിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ. ഇതേപോലെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒറ്റ ട്രിപ്പിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ നിങ്ങൾ എത്രമാത്രം മാവ് എടുക്കുന്നുണ്ടോ അതനുസരിച്ചിട്ട് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. നമ്മുടെ അപ്പത്തിനുള്ള മാവ് കൂട്ട് ഏതാണ്ടൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ലൂസാക്കി എടുക്കാം. തീരെ അങ്ങ് ലൂസായി പോവാനായിട്ട് പാടില്ല. ഇതാണ് നമ്മുടെ അപ്പത്തിൻ്റെ അരച്ചെടുക്കേണ്ട ഒരു പരുവം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു അപ്പം തയ്യാറാക്കുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഈസ്റ്റോ സോഡാപ്പൊടിയോ ഈനോയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. നല്ല രീതിക്ക് തന്നെ നമ്മുടെ പാലപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവ് കൂട്ട് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്കാണ് ഇതിനെ ഒന്ന് മാറ്റി കൊടുക്കുന്നത്. കണ്ടോ, ഇതേ കട്ടിക്കായിരിക്കണം നമ്മൾ പാലപ്പത്തിൻ്റെ മാവ് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പം പാലപ്പത്തിൻ്റെ മാവ് റെഡിയായിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുന്ന സ്പൂൺ ഒന്ന് മറിച്ചിട്ട് അതിൽ നിന്ന് ഒരു നുള്ളു മാവ് ഇങ്ങനെ കയ്യിലൊന്ന് ഇറ്റിച്ച് കൊടുത്തിട്ട് നോക്കിയാൽ മതി. അപ്പോൾ അറിയാൻ പറ്റും. തരിതരിപ്പൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കണം. പിന്നെ മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് അല്പം മാത്രം വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത്ര മാത്രമേ ഉള്ളൂ. സ്പൂൺ വെച്ച് ഇളക്കിയതിന് ശേഷം കൈ നല്ലതുപോലെ കഴുകിയിട്ട് കൈകൊണ്ടും ഇതേപോലെ ഒരു 3-4 മിനിറ്റെങ്കിലും ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു ടൈമിൽ ഞാൻ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ ഇതിലേക്ക് ഞാനൊരു സ്പെഷ്യൽ സാധനം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു സൂത്രമാണ്. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. തീർച്ചയായിട്ടും ഇതേപോലെ നിങ്ങൾ പാലപ്പം മാവ് തയ്യാറാക്കാത്ത കൂട്ടുകാരാണെങ്കിൽ ഇത് ഇന്ന് തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ പറഞ്ഞ സൂത്രം എന്ന് പറയുന്നത് ഇതാണ്. ഒരു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പാലപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവ് കൂട്ടൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം ഒരു സവാള നല്ലതുപോലെ ക്ലീൻ ചെയ്ത് കഴുകി എടുത്തതിന് ശേഷം ഇതേപോലെ നമ്മുടെ അപ്പം മാവിൻ്റെ അകത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പാലപ്പം റെഡിയാക്കുന്ന സമയത്ത് സവാളയുടെ ചെവയൊക്കെ വരൂലേന്ന്. ഒരിക്കലും ഇല്ല കേട്ടോ. രണ്ടാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് ഒരു പാത്രം ഇതേപോലെ എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് കൂട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. എത്ര മഴയും തണുപ്പുള്ള സ്ഥലമൊക്കെ ആണെങ്കിലും നമ്മുടെ മാവ് രാവിലെ പുളിച്ച് പൊങ്ങിയിരിക്കും. ഈ ഒരു മാവ് കൂട്ട് ഞാൻ രാത്രിയാണ് തയ്യാറാക്കിയത്. കണ്ടോ, രാവിലെ ആയപ്പോഴത്തേക്ക് തന്നെ കുറച്ച് പതഞ്ഞ് പൊങ്ങി പുറത്തോട്ടൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. അതൊക്കെ ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നമ്മുടെ മാവ് കൂട്ട് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ടും സ്നേഹവും ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും വീഡിയോയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. അപ്പോൾ നമ്മൾ സവാളയൊക്കെ ആ ഒരു മാവ് കൂട്ടുന്ന എടുത്തിട്ട് നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ആ ഒരു സവാള നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് എടുക്കാവുന്നതാണ്. കളയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഞാൻ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ലതുപോലെ ഇളക്കി നമുക്ക് അപ്പം ചുട്ടെടുക്കാവുന്നതാണ്. അതിനാവശ്യമായിട്ടൊരു പാലപ്പച്ചട്ടി ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള മാവ് കോരി ഒഴിച്ച് കൊടുത്തിട്ട്
നല്ലതുപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ നിമിഷ നേരം കൊണ്ട് തന്നെ നമ്മുടെ പാലപ്പം എന്താ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് സ്പോഞ്ചി ആയിട്ടുള്ള പാലപ്പമാണ് ഞാൻ ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത്. പച്ചരി കുതിർത്ത് നേരെ ഒപ്പം കളയണ്ട കേട്ടോ. ഇതേപോലെ പത്തിരിപ്പൊടി വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇത് ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ലഞ്ചിനാണെങ്കിലും ഇനിയിപ്പം ഡിന്നറിനാണെങ്കിൽ പോലും നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഈ പാലപ്പത്തിൻ്റെയോടൊപ്പം ചിക്കൻ കറിയോ മുട്ടക്കറിയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കൂട്ടി കഴിക്കാം. ഇത് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത്. അപ്പോൾ അതിലൊരു ഓൾ ഓപ്ഷൻ കാണിക്കും. അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഒരു ഹൈപ്പ് ഓപ്ഷൻ അതിൽ കാണിക്കും. അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളെപ്പോലെയുള്ള എല്ലാവരെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.